ഡിസ്ട്രിക്റ്റ്, അതെ, തൃശ്ശൂർ. എന്താ പറയുക, അതെ അത് പോയിന്റ്. ആർ കെനോട് യോജിക്കുന്നു. ആക്ച്വലി ആർ കെയുടെ പേരെന്താ? അഡ്വക്കേറ്റ് നിയാസോ? അഡ്വക്കേറ്റ് നിയാസിന് ഇപ്പം ഇങ്ങനെ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി വരേണ്ട ആവശ്യമുണ്ടോ? ഫേക്ക് അഡ്വക്കേറ്റാ? എന്താ എന്നോടൊന്നും പറയാത്തത്? റഷീദ് ബ്ലോഗെ, ഞാൻ വെറുതെ എൻ്റെ അച്ഛനും അമ്മക്കും വിളിക്കണ്ടല്ലോ കരുതിയിട്ടാണ് ഞാനൊന്നും പറയാത്തത് കേട്ടോ. അപ്പോൾ അത് ഏതൊരു അഡ്വാൻറ്റേജ് ആക്കി എടുക്കരുത്. ഓക്കെ, ഞാൻ യോജിക്കാം. അയ്യോ, അയാൾ നാട്ടിലുണ്ടേ, ഹോസ്റ്റലിൽ കയറ്റാൻ പറ്റുമല്ലോ, അതാണ് കേട്ടോ. ഡോക്ടർ ഡി ടീത്ത് നല്ല ക്യൂട്ടാണ്. താങ്ക് യുടാ. ഹായ് പറയുമ്പോൾ ഹായ് സിയ, എൻ്റെ സുഹൃത്ത് ഗുരുതർപ്പന ജന്മദിന. സോറി, താല്പര്യമില്ല. വാട്സപ്പ് നമ്പർ ഡയറക്റ്റ് മനസ്സിലാക്കി തരാം. ഒരു അഡ്വക്കേറ്റിന് ഇങ്ങനെ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നോട്ട് ഇൻട്രസ്റ്റഡ്. നാട്ടിലെവിടെ? നാട്ടിൽ നമ്മൾ കേരളം. നിങ്ങളെവിടെയും? ഒരു അഡ്വക്കേറ്റിന് ഇങ്ങനെ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് വിശ്വാസമല്ല. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതിനാ? അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി 8 മണിക്ക് ക്ലാസ് തുടങ്ങും. ആ സമയത്ത് നമുക്ക് എന്താ വരാൻ വീട്ടിൽ അത്ര അടുത്തല്ല. അതുകൊണ്ട് നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്നു, മനസ്സിലായോ? എന്ത് റൂമിൽ പൂട്ടിയിട്ടേക്കാണോ എന്നെയെന്നോ? എന്ത് ചെയ്യാം? എന്താ നിങ്ങൾ എഴുതുന്നത്? ഞാൻ എഴുതുന്നത് കേസ് റിപ്പോർട്ട്. കേരളമാണെന്ന് അറിയോ? എന്നിട്ടാ അപ്പോൾ നമുക്ക് അഡ്വക്കേറ്റ് നിയാസിൻ്റെ റിപ്പോർട്ട് ചെയ്യണ്ട. നമുക്ക് അഡ്വക്കേറ്റ് നിയാസിന് എന്ത് ചെയ്യാം? നമുക്ക് ആ ചാനൽ ആക്ടിവിറ്റി എടുത്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എന്തിനാ? കണ്ടന്റ് അല്ലേ? യെസ്, ഡൺ. നീ ഏതൊക്കെ ഹോസ്റ്റൽ അറിയും? അനൂപ്, എന്താ ഇത്ര ആറ്റിറ്റ്യൂഡ്? എന്താണെന്നറിയില്ല കേട്ടാ. ലോൺ വല്ലതും കൊടുക്കുന്നുണ്ടോ? ലോൺ കൊടുക്കേണ്ടി വരും. സുരേന്ദ്രൻ സുരേജ് ഹായ്. ഒരു വ്യൂ മെസ്സേജ്. ഹായ് കേരള പെൺകുട്ടിയോ, ദൂരം പഠിച്ചു. അയ്യോ, അതല്ല കേട്ടോ, ഞാനുണ്ടല്ലോ. ആ കേസല്ലടോ, ഇത് വേറെ കേസ്. ഇത് നിങ്ങൾ ഉദ്ദേശിച്ച കേസല്ല, ഇത് വേറെ കേസ് കേട്ടാ. അയ്യോ, കൊച്ചു ചെറുക്കൻ ഹായ്. കോഴിക്കോട് ലേഡീസ് ഹോസ്റ്റലുണ്ട്, അത് ഞാൻ അറിയും. സോറി, ഞാൻ ആ ഹോസ്റ്റലിലല്ലെന്നാ. യു ആർ മിസ്റ്റേക്കൻ. കൊച്ചു ചെറുക്കൻ പറയൂ. കൊച്ചു ചെറുക്കൻ എല്ലാവരും പോയോ? എന്താണെന്നറിയോ, എൻ്റെ ഫോണേ ഞാൻ പ്രമോഡ് ഓണാക്കി പോയിരുന്നു. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ചാർജ് കുറഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാക്കിപ്പോയി. കൊച്ചു ചെറുക്ക ചായ കുടിച്ചു. ഹായ് പറഞ്ഞോ കൊച്ചു ചെറുക്ക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാക്കിപ്പോയി. എന്താ ചെയ്യുക? നിങ്ങളൊരു മെസ്സേജ് ഉണ്ട്, നോക്കിയില്ല? അഹമ്മദ് ബാലിക്കാൻ നോക്കട്ടെ, ഒരു മിനിറ്റ്. എഴുതി കാണാല്ലേ? ഒന്നും കൂടി അത് കാണാമായിരുന്നു. കാരണം കുറേ മുകളിലാണ്. ഓക്കെ, ഐ ഡോണ്ട് തിങ്ക് എനിക്കത് എത്താൻ പറ്റും തോന്നണില്ല. അഹമ്മദ് ബാലിക്ക് ഒന്നുകൂടി അയച്ചു എനിക്ക്. അപ്പം എനിക്കൊന്നുകൂടി കാണാൻ പറ്റും. എന്തെടുക്കുക അവിടെ? ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ കേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കുണ്ടല്ലോ ഓരോ ദിവസം ഒ പിയിൽ വരുന്ന പുതിയ കേസുകൾ എടുത്ത് ഐ പിയിൽ വരുന്ന കേട്ടോ, അഡ്മിറ്റ് ആയ ആൾക്കാരുടെ കേസുകൾ എടുത്തിട്ട് പിറ്റേ ദിവസം അത് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ നാളെ എനിക്ക് പ്രസൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എഴുതിയിട്ട് നമ്മളിവിടെ പി ജി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അതാണ് ഇരുന്ന് എഴുതണത്, മനസ്സിലായില്ലേ? ഇനി ഞാൻ പറയണോ?
ഇപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് നമ്മളെ അവസ്ഥ. നിങ്ങൾക്ക് ഇത്രമായിരിക്കും വലിയ സുഖമൊന്നുമല്ല. അസ്സലാമലൈക്കും പറഞ്ഞല്ല പാടില്ലല്ലേ ഇവര് ജാതി പറയാൻ പാടില്ല. അനക്ക് മരിക്കാനൊന്നും താല്പര്യമില്ലേ? മരിക്കാൻ ഇപ്പോൾ ഇന്നലെ രാത്രി താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് താല്പര്യമില്ല. ഇന്നലെ രാത്രി എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നടാ. എൻ്റെ ചെല്ലാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. വേണ്ട പൊക്കോ. എവിടെ കുരുപ്പേന്നേ ഇവിടെ പറയുടെ ഷബീര, ഞാൻ ഇവിടെ ഉണ്ട് കുരുപ്പേ. അയ്യേ എന്തൊക്കെയാണ് നീ എന്തൊക്കെ പെർവേഷൻസ് അല്ലെങ്കിൽ ഓരോരുത്തർക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം അത്രത്തോളം പെർവേഷൻസ് ഉള്ള ആൾക്കാർ നമുക്ക് ഇടയിലുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഈ ലോകം ശാശ്വത. അയ്യോ സോറി, അതൊന്ന് ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ? എനിക്ക് മലയാളം വേർഡ്സ് പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ അങ്ങനത്തെ വേർഡുകൾ കടിച്ചാൽ പെട്ടാത്ത വേർഡുകൾ എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് എനിക്കതൊന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ദിനു അഞ്ജലി സോ ക്യൂട്ട് ലുക്കിംഗ്. താങ്ക് യു രാജു. ഹായ്. ഒരു മതാമ. അയ്യോ അതുകൊണ്ടല്ല കേട്ടോ, ആ വേർഡിന് മലയാളം ഞാൻ നല്ല മലയാളം പറയുന്നത്. എനിക്ക് ഇംഗ്ലീഷ് അത്രക്ക് ഇതല്ല. പക്ഷെ ആ വേർഡ് എനിക്ക് മനസ്സിലായില്ല ആ വേർഡ് എന്താണ്. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഈ യൂഷ്വലി ഇംഗ്ലീഷിൽ പറയുന്ന ആ വേർഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അത് എഴുതിയിട്ടാ. ഈ ലോകത്ത് സങ്കടപ്പെട്ട് അയ്യോ എന്നാൽ ഞാൻ നല്ല സങ്കടപ്പെട്ടാണ് ജീവിക്കണത് അതുൽ പ്രഭാകരെ. അപ്പം ഞാൻ സ്വർഗത്ത് തന്നെ ഫിക്സ്ഡ്, സ്വർഗം ഫിക്സ്ഡ്. ഫാസ്റ്റ് സ്റ്റോറീസ് ഹായ്. അപ്പോൾ എനിക്ക് സ്വർഗം ഫിക്സ്ഡ് കേട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് സ്വർഗം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ദി വേൾഡ് ഈസ് നോട്ട് പെർമനന്റ്. അതെ, അതെനിക്കറിയടാ. ഹായ് പെങ്ങളെ. അയ്യോ ബഷീർ. ബഷീർ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങളെ നാവൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് ഇറിറ്റേഷൻ ആവും. അതുകൊണ്ടാണ്, ഞാൻ ജോലിയുള്ള ആളാണ്. അതെനിക്ക് ജോലി കിട്ടോ. എങ്ങനെ എനിക്ക് അവിടുത്തെ സ്വർഗം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയ്യോ എൻ്റെ കോൺസെൻട്രേഷൻ പോണു ഗൈസ്. എഴുതാൻ പറ്റണില്ല. ഇതാണ് പണിക്കർ മൊയിലാർ പറഞ്ഞ കുട്ടി. ഞാൻ ഫാസ്റ്റ് സ്റ്റോറീസിലൊന്ന് കാണട്ടെ. ഈ കാണാൻ ഗ്ലാമർ ആണെന്നുണ്ടെങ്കിൽ ഇതന്നെ പണിക്കർ പറഞ്ഞ കുട്ടി. അല്ലാന്നുണ്ടെങ്കിൽ ഈ വേറെ കുട്ടിനെ നോക്കണം കേട്ടോ. ഞാൻ അന്നെ ഒന്ന് നോക്കട്ടെ കേട്ടോ. എനിക്ക് ആ ഫോണിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതിലെടുത്തുകൊണ്ട് തന്നെ വലുതാക്കി കാണും. ഞാൻ എന്നെ കാണട്ടെ കേട്ടോ. ഒന്നുകൂടി കാണട്ടെ. റിപ്പോർട്ടൊക്കെ ആയി പോകുന്നുണ്ട്. ഫാസ്റ്റ് സ്റ്റോറീസ് പണിക്കർ പറഞ്ഞ കുട്ടിയതാണ്. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് കിട്ടണില്ല എൻ്റെ ഫോട്ടോ. അയ്യോ അതിലേ ആ പുള്ളിയുടെ പേരെന്താ? പുള്ളിയെ കുരുക്കൾ എന്ന് വിളിച്ചാൽ മതി. എനിക്ക് ഹോട്ടലിൽ വെയിറ്ററായിട്ട് ജോലിയുണ്ട്. ദിവസം 700 രൂപ കിട്ടും. നല്ലതാ. അയ്യോ എൻ്റെ ബാറ്ററി അല്ല കേട്ടോ, ഫോണിൻ്റെ ബാറ്ററി. എനിക്ക് ഫാസ്റ്റ് സ്റ്റോറീസിൻ്റെ ഒരു ഫോട്ടോ വേണ്ടി. എനിക്ക് എൻ്റെ മുഖം കാണണം. ഐ വാണ്ട് ടു സീ ഹിസ് ഫേസ്. വെയിറ്ററാണോ? ഓക്കെ നല്ലതാ. ആ പുള്ളിയുടെ പേരെന്താ? പുള്ളിയെ കുരുക്കളെന്ന് വിളിച്ചാൽ മതി. പുള്ളിക്ക് അതാണ് ഇഷ്ടം. എനിക്കും. എടാ തെണ്ടി ഫാസ്നോ. അതാരാ? ജിഷാന. അയ്യോ ജിഹാന വേൾഡ്. ഹായ്. ഹായ് പറഞ്ഞു. ഹായ്. ഞാൻ തിരിച്ചും ഹായ് പറഞ്ഞിരിക്കുന്നു. എനിക്ക് 23 വയസ്സുണ്ട്. പക്ഷെ എൻ്റെ തൊള്ള കേട്ട ഞാൻ ഒരു 50 വയസ്സുള്ള ഒരു കാക്കാൻ്റെ മെൻറ്റാലിറ്റിയാണ് എനിക്ക്. ഈ ലോകത്ത് ഇതെവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ നിൻ്റെ വേണ്ട, ഞാൻ നിൻ്റെ ഹോസ്റ്റലിലാട്ടോ. ഇനി ചിന്താമണി കൊലക്കേസ്. എടാ ആ കേസല്ല ഞാൻ പറഞ്ഞില്ലേ. കേസ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ കേസ് ഫയൽ ഇട്ടൂലേ, നമ്മളെ അസുഖങ്ങളൊക്കെ ഉള്ള അതാണ് ഈ കേസ്. ഇത് അതാണ് ഈ കേസ്. അമീർ CP ഹായ്. മനസ്സിലായോ? അത് നിങ്ങൾ ഉദ്ദേശിച്ച മാതിരിക്കത്തെ പോലീസ് കേസ് അല്ലത്.
അയ്യോ മെസ്സേജുകൾ നോക്കാവേ. ഒന്ന് നോക്കട്ടെ കേട്ടോ. ഫസ്റ്റിങ് ഒന്ന് വരട്ടെ കേട്ടോ. അതിൽ പറഞ്ഞ അവൻ്റെ ചാനൽ ആക്ടിവിറ്റി നോക്ക്. അതിൽ മറ്റേ ഓനെ നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് മനസ്സിലായിക്കണോനെ. എനിക്കോനെ മനസ്സിലായിക്കണ്. ഞാൻ അവനോട് ഞാൻ പറയാം, എനിക്കൊനെ മനസ്സിലായതാണ് അയാനെ. 2 ഫോണൊക്കെ ഉണ്ടോ ഷോ അത്ഭുതം. എന്താ ചെയ്യാം? ഹോസ്പിറ്റലിലാണോ? അല്ല. ഐഷ മെഹറിൻ ഹലോ. ഇന്നത്തെ ലൈവ് ഫാസ്റ്റ് സ്റ്റോറീസ് കൊണ്ടുപോയി. ചെക്കൻ ലുക്കാണല്ലോ. ഇനി ചെക്കൻ്റെ ഫോട്ടോ എനിക്ക് കിട്ടിയില്ല. തോഫിക് മുഹമ്മദേ. തോഫിക് മുഹമ്മദിനെ അറിയോ ഈ ഓനെ? സുഖല്ലേ? സുഖമാണ്. അങ്ങനെ പറയേ പഹത്തി. മനസ്സിലാണ്ട്. ഇപ്പം മനസ്സിലായില്ല. അതാണ് സത്യം. അയ്യോ നിക്കറിടാത്ത പോവാലെ. ഹായ്. അവസാനം വരെ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് എടുത്തതെന്നാ? ഞാനോ? അവസാനമായിട്ട് അലോപ്പതി ട്രീറ്റ്മെൻറ്റ്, അലോപ്പതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ന്യൂബലൈസേഷൻ ഇടയ്ക്ക് ചെയ്യലുണ്ട്. പക്ഷേ മെഡിസിൻ കഴിച്ചിട്ട് എന്തായാലും കുറച്ചായി ഉണ്ടാവണം. മനസ്സിലായോ? അയാൾ കഥ എഴുതിക്കുകയാണ്. അതെ. എന്താ പഠിക്കുവാണോ? അല്ല. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? അത് എനിക്ക് മനസ്സിലാവില്ലടാ. എനിക്ക് പറയാം, എനിക്കൊരു 10-65 വയസ്സുള്ള ഒരാളുടെ മെൻറ്റാലിറ്റിയാണ്. ഈ ആ ഒരു യൂണിവേഴ്സിലാണ് ഇപ്പോൾ ജീവിക്കണത്. ഈ എൻ്റെ യൂണിവേഴ്സിലേക്ക് തിരിച്ചു പോവാം. ആർട്ടിസ്റ്റ് കോൺസ്റ്റൻ്റ് അല്ലട മണ്ട. സുരേഷ് സുന്ദരൻ. ആദ്യം എന്താ ഈ റെഡിക്ക് എഴുതി കണ്ടന്റ് എന്നല്ല ഉദ്ദേശിച്ചത്. അറിയാം. ഓ ഐ സി. എനിക്ക് അവനെ പരിചയമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് വെറുതെ പറഞ്ഞതാണ് കേട്ടോ. അയാൾ കഥ എഴുതുകയാണ്. അതെ, ഞാനൊരാളുടെ കഥ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ അവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥ കാണുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തു പോലെ നമുക്കൊന്ന് മനസ്സിലാവും. മനസ്സിലായോ? അതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇപ്പം 2K ആണോ? അതെ. അതെയല്ലോ. എനിക്ക് എന്നെ കണ്ടിട്ട് എത്ര തോന്നണേ. ഞാൻ പെട്ടെന്ന് പണം ഈ നാശത്തിലേക്കാണ് നിന്റെ പോക്കറില്ല. എൻ്റെ പോക്ക് നാശത്തിലേക്കാണല്ലോ. ഈ അതിപ്പോൾ മനസ്സിലാക്കൂല. ലവ് ഫ്രം ലക്ഷദ്വീപ്. താങ്ക് യു. നാശത്തിലേക്കാണ് നിന്റെ പോക്കറിനില്. ശ്വാസം മുട്ടൽ ഉണ്ടാകാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. എനിക്ക് പൊടി അടിച്ച് കഴിഞ്ഞാലൊക്കെ എനിക്കുണ്ടാവും. ഞാൻ ജസ്റ്റ് ന്യൂബിലൈസ് ചെയ്യും. മാത്രം അത് മെഡിസിനൊന്നും ഇട്ടുണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ പ്ലെയിൻ സലൈൻ വാട്ടർ. ഒരു മോഹം തന്നിട്ട് ലാസ്റ്റ് ജൈനിക്കല്ലേ ഫാസ്റ്റ് സ്റ്റോറീസ്. അത് എൻ്റെ മറ്റേ അക്കൗണ്ട് തന്നെ അല്ലടാ. ഈ ഏതെങ്കിലും ഒരു തുണിയിൽ ഉറച്ചിക്ക്. കബീർ അബ്ദുൾ ഹായ്. എനിക്ക് എൻ്റെ ഫോട്ടോ എടുക്കാൻ കിട്ടണില്ലേ. അതാണ് പ്രശ്നം. കണ്ടിട്ടൊരു 27. 27 ആവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ 90 കിഡായില്ലേ. അത്ര സംഭവം അങ്ങനെ ആവട്ടെ. ലിബിൻ CP അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവരും മനസ്സിൽ ദുഷ്ടത്തരങ്ങളൊക്കെ പോവട്ടെ. നശിച്ച് ചിന്തയുള്ള ആൾക്കാരൊക്കെ നശിച്ച് പോട്ടെ എന്ന് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ നല്ല ബുദ്ധി പഠിച്ചോ കൊടുക്കട്ടെ. ഞാൻ എടുക്കാൻ ഫോട്ടോ ഒന്ന് എടുത്തു തരുട്ടോ. എനിക്ക് പറ്റണില്ല കൊണ്ട് എടുക്കാൻ. ഈ എടുത്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചാൽ മതി. ബ്ലൂ ഇല്ലാതെ എനിക്ക് കിട്ടുമല്ലോ. ബ്ലൂ ഇല്ലാതെ എനിക്ക് നന്നായിട്ട് കിട്ടുക. ദേവേന്ദ്ര ദേവ് ഹായ്. ബിജു തെറട്ടെ പാമീൻ. അതെ, അങ്ങനെ പറയരുത് ബഷീറെ. അവർക്കൊക്കെ നല്ല ബുദ്ധി വന്ന് നന്നാവട്ടെ. ഒരാൾ നശിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത്. ഒരാളും ഇപ്പം അത് എത്ര വലിയ ദുഷ്ടത്തരം ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ പോലും അവർക്കൊക്കെ നല്ല ബുദ്ധി വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അത് അന്തസ്. നല്ല ബുദ്ധി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലാതെ നശിച്ചു പോവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല. നല്ല ബുദ്ധി വരട്ടെ. ഇൻറ്റൻഷൻ അതാണ് ഈ ഉദ്ദേശിച്ചത്. ഹായ് മോൾക്ക് സുഖമാണ്. അതെ, തിരുവനന്തപുരം ചേച്ചിയുടെ ദേവരക്ഷയല്ല. അതെന്താ ബ്ലൂ തരാൻ വിശ്വാസം പോയോ? ഒരു ബ്ലൂ അല്ല ഞാനേ. ഒരു മിനിറ്റ് ട്ടാ. വന്നില്ല. ഇനി നോക്കിട്ടോ. ഇയാളുടെ സ്ഥലം മലപ്പുറം അല്ലേ? അല്ല. അതുൽ നിങ്ങൾ എവിടെയാണ് സ്ഥലം? നമ്മൾ കേരളം. എന്തൊക്കെയാണ് നീ പറയണത്? എനിക്കെന്നെ മനസ്സിലാവുള്ളൂ. ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു എന്ന് തോന്നുന്നു. ഞാൻ പോവാണ് ഗൈസ്. എൻ്റെ ഫോണല്ലാന്നുണ്ട് ഇപ്പോൾ ഓഫ് ആവും. ഡാർക്ക്. നീ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീണ്ടും വേറെ ലൈവിൽ വെച്ചിട്ട് കാണാം. അവർക്കാണ് നല്ല മനസ്സുള്ളത്. ആർക്ക്? ഈ ദുഷ്ടത്തരം പറയുന്ന ആൾക്കാർക്കാ? എന്താണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്തോളി. അടുത്ത ലൈവിലൊക്കെ നമുക്ക് വീണ്ടും കണ്ട് സംസാരിക്കാം.